2025 അമൃത എൻട്രൻസ് എക്സാമിനേഷൻ ബി.എസ്.സി നഴ്സിംഗ് ആയാലും പാരാമെഡിക്കൽ, അഗ്രികൾച്ചർ കോഴ്സുകളിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഈ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്ക് അനുസരിച്ചായിരിക്കും, റാങ്ക് ബേസ് ചെയ്തായിരിക്കും ഏത് കോഴ്സുകൾ നിങ്ങൾ കൊടുത്തിരിക്കുന്നതിലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. കൂടാതെ ഏത് ക്യാമ്പസിലോട്ടായിരിക്കും കിട്ടുന്നതെന്നുള്ളത്. ബി.എസ്.സി നഴ്സിംഗിന് ആകെ 2 ക്യാമ്പസാണ് ഉള്ളത്. അത് നമ്മൾ വീഡിയോയിൽ വിശദമായി പറയുന്നതായിരിക്കും. ബാക്കി എല്ലാത്തിനെയും കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഫീസ് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, CBT ആണ്, ഓൺലൈൻ മോഡ് അങ്ങനെ രീതിയിലായിരിക്കും. പെൻ പേപ്പർ ടെസ്റ്റ് അല്ല. 2025 ഇത് CBT മോഡാക്കിയിരിക്കുന്നു. കൂടാതെ ഈ എക്സാമിന് 120 മിനിറ്റ് ആയിരിക്കും ഉള്ളത്. അതായത് 2 മണിക്കൂർ 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിലോ വീട്ടിലോ മുന്നോടിയായിട്ട് ഒന്ന് പരിശീലനം ചെയ്യേണ്ടതാണ്. കാരണം സമയം ക്രമീകരണവും ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നതും ക്വസ്റ്റ്യൻ പാറ്റേണും മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ സിലബസ് വെബ്സൈറ്റിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തതായിട്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ലിങ്ക്. അമൃതയുടെ ഈ വെബ്സൈറ്റ് ലിങ്കിലൂടെ കയറി amartha.edu.in എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ്ലി വെബ്സൈറ്റിലോട്ട് കയറുകയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ കുറിച്ചും അവർ കറക്റ്റ് ഓർഡറിൽ കോഴ്സസിനെ കുറിച്ചും ഡ്യൂറേഷൻ ആയാലും സിലബസ് ആയാലും ഓരോ ഇയറിലും ഓരോ സെമിസ്റ്റേഴ്സിലും എങ്ങനെയൊക്കെയായിരിക്കും. ബി.എസ്.സി നഴ്സിംഗിനെ കുറിച്ചാണെങ്കിൽ അതിൻ്റെ ഓരോ ഇയറിലും 4 ഇയർ എത്ര സെമിസ്റ്റേഴ്സ് ഉണ്ട്, സെമിസ്റ്റേഴ്സിൽ എന്തൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഓരോ മൊഡ്യൂൾസിനെ കുറിച്ചും നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ബിഫോർ ദാറ്റ് ഇതിൽ നിങ്ങൾ നോക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ സിലബസാണ്. എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കും. കാരണം +1ലും +2ലും നിങ്ങൾ പഠിച്ചതുപോലത്തെ തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തായിരിക്കും. ബട്ട് CBT മോഡാണെങ്കിലും ക്വസ്റ്റ്യൻസ് പാറ്റേൺ സിലബസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇംഗ്ലീഷും ഉണ്ട്. വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ ജസ്റ്റ് ഒരു മൊത്തത്തിൽ എങ്ങനെയായിരിക്കും സിലബസ് എന്ന് കാണിക്കുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ആയാലും. അപ്പോൾ AEEL 2025 ബുക്ക്ലെറ്റ് ആണ് നിങ്ങളെടുത്ത് നോക്കേണ്ടത്. ഇവരുടെ വെബ്സൈറ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ. ആ വെബ്സൈറ്റിൽ ഈ ഒരു സെക്ഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ചെറിയ ആയിട്ട് കാണിച്ചിട്ടുണ്ട് AEEL 2025 ബുക്ക്ലെറ്റ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് ആയാലും ഒരു PDF മാതിരി കിട്ടും. വാട്ട് എവർ എനിത്തിങ് മനസ്സിലാക്കേണ്ടത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് സിലബസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇംഗ്ലീഷ് അതിലുള്ള എല്ലാം എത്ര ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എത്ര മാർക്കിനായിരിക്കും, കട്ട് ഓഫ് ആണെങ്കിലും മാർക്സ് ആണെങ്കിലും എങ്ങനെയായിരിക്കും എന്നും അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്ക്ലെറ്റിൽ പിന്നെ സിലബസിലാണ് മെയിൻ നമ്മൾ ചെയ്യേണ്ടത്, നോക്കി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഞാൻ കട്ട് ഓഫിനെയും മാർക്കിനെയും കുറിച്ച് പറഞ്ഞത് അതായത് 3 മാർക്സ് കറക്റ്റ് ആൻസറിന് കിട്ടും. പിന്നെ നെഗറ്റീവ് മാർക്ക് ഇവിടെ ഉണ്ട്. ഒരു റോങ് ആൻസറിന് നെഗറ്റീവ് 1 മാർക്ക് പോകുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടോട്ടൽ 240 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 240 മാർക്സ് ആയിരിക്കും. ഇതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് ആണുള്ളത്. ടോട്ടൽ ക്വസ്റ്റ്യൻസ് 80 ആയിരിക്കും. ഓരോ സബ്ജക്റ്റിനും എത്ര ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടെന്ന് സ്ക്രീനിൽ കാണാം. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ എടുത്ത് നോക്കാവുന്നതായിരിക്കും. കമ്പ്യൂട്ടർ പാറ്റേണിൽ വെച്ച് കമ്പ്യൂട്ടർ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് നോക്കാവുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബി.എസ്.സി നഴ്സിംഗിൻ്റെ ക്യാമ്പസ് മാത്രമാണ്, ഫരീദാബാദ് ആൻഡ് കൊച്ചി. ഫരീദാബാദ് ആൻഡ് കൊച്ചി എന്നീ ക്യാമ്പസുകളിൽ നിങ്ങളുടെ പ്രിഫറൻസ് ബേസ് ചെയ്യുക. നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കൊക്കെ ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രിഫറൻസ് വെക്കാം. ബാക്കിയുള്ള എക്സാമിനേഷൻ പോലെ പ്രിഫറൻസുകൾ വെക്കാം, കാണാം ഓപ്ഷൻസ്. അതിൽ ഫസ്റ്റ് കൊച്ചി വെക്കാം, ഫരീദാബാദ് വെക്കാം. ബോത്ത് ക്യാമ്പസ് ആർ ഗുഡ് ആൻഡ് 2 നല്ല ക്യാമ്പസ് ആണെങ്കിലും ബി.എസ്.സി നഴ്സിംഗിന് ഈ 2 ക്യാമ്പസ് ആയിരിക്കും ഉള്ളത്. പിന്നെ ബാക്കിയുള്ള കോഴ്സുകൾക്ക് ഏതൊക്കെ ക്യാമ്പസുകളാണ്, ഏതൊക്കെ കോഴ്സുകൾക്ക് ഏതൊക്കെ ക്യാമ്പസ് നമുക്ക് കിട്ടുമെന്നും വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇന്ന ക്യാമ്പസുകളിൽ ഫരീദാബാദിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട്, കൊച്ചിയിൽ ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന് അതിൽ കറക്റ്റായിട്ട് പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്.
ഇതിൽ അതിലൊന്നും മനസ്സിലാകാത്തവർ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റ് ഇട്ടാൽ മാത്രം മതി, ഞാൻ അത് പറഞ്ഞുതരാം. നെക്സ്റ്റ് നമുക്ക് തോന്നാവുന്ന വേറൊരു ഡൗട്ടാണ് എലിജിബിലിറ്റി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങളുടെ +2-ൽ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടെങ്കിൽ, 60% or above, യു ആർ എലിജിബിൾ ഫോർ ദിസ് എൻട്രൻസ് എക്സാമിനേഷൻ. പിന്നീട് ഇതിൽ 3ഉം കൂടെ ചേർത്തിട്ടുള്ളതാണ് 60% ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ വരുന്ന ഇംഗ്ലീഷിന് പ്രത്യേകമായിട്ട് 60% or above വേണം, എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഇതിൽ എലിജിബിൾ ആവുക. പിന്നെ B.Pharm-നാണെങ്കിൽ 70%, ഫാം ഡിക്കാണെങ്കിൽ 70% ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിനാണെങ്കിൽ 60% എന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് എലിജിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതെന്ന് വെച്ചാൽ വെബ്സൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ കയറി നോക്കുക. പിന്നെ നമ്മുടെ കേരള സ്റ്റേറ്റിൽ ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളിൽ നിങ്ങൾക്ക് എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്ന ജില്ലകളിലും കൊല്ലം, കോട്ടയം തുടങ്ങിയ 13 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ സിലബസാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് മനസ്സിലാക്കി നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതാണ്. പഠിക്കുമ്പോൾ ഇത് ഉപകാരപ്പെടും. ഇതിൽ ഇംഗ്ലീഷാണ് ആർട്ടിക്കിൾ, സിനോണിംസ്, ആന്റോണിംസ്, പ്രിപ്പോസിഷൻ ആൻഡ് വെർബ്സ്. അപ്പോൾ ഇതിൽ സിലബസ് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.